ഫ്രണ്ട്സ്, എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വരുത്തുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ട്രിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ പല്ലുണ്ടല്ലോ, ഇങ്ങനെ മഞ്ഞ കളറിലുള്ള പല്ല്, അത് പറഞ്ഞ പോലെ പ്ലേക്കുകൾ ഇങ്ങനെ അടിഞ്ഞിട്ടുള്ള പല്ല്, ചെറിയൊരു കളർ മാറ്റമുള്ള പല്ല്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ നമ്മൾ പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ലുണ്ടല്ലോ വളരെ പല്ലിൻ്റെ മോണയെല്ലാം ഭയങ്കര നല്ല സൂപ്പറായിട്ട് ക്ലീനാക്കി കിട്ടും. വളരെ സിമ്പിളാണ്, യാതൊരുവിധ കെമിക്കലും ഇല്ല. ഇനാമലൊക്കെ നമ്മൾ ഈ പല്ലൊക്കെ ക്ലീനാക്കാൻ പോകുമ്പോൾ ഇനാമലൊക്കെ പോകുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ല. നമ്മുടെ വീട്ടിലുള്ള നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇത് നമ്മുടെ മോണേനെയൊക്കെ സംരക്ഷിക്കും. അതുപോലെ തന്നെ നമ്മുടെ പല്ലിനെ വളരെ പ്രോപ്പറായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അതിൻ്റെ ബാഡ് ബ്രീത്ത് എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോൾ എല്ലാവർക്കൊക്കെ അറിയാമായിരിക്കും, എങ്കിൽ പോലും ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് വേണ്ടത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് പേസ്റ്റ്, കോൾഗേറ്റ് ആണെങ്കിൽ കോൾഗേറ്റ്, ക്ലോസപ്പ് ആണെങ്കിൽ ക്ലോസപ്പ്. അപ്പോൾ ഇത് ഏതാണോ ഉപയോഗിക്കുന്നത് ആ സാധനം. ഓക്കെ, ഈ സംഭവം 3 നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ആദ്യം ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിതൊന്ന് നന്നായി സോക്ക് ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഇങ്ങനെ ക്ലോസപ്പ് ഇങ്ങനെ എടുത്തിട്ട്, നമ്മളിവിടെ ക്ലോസപ്പാണ് യൂസ് ചെയ്യുന്നത് ഈ പ്രാവശ്യം. ഇടയ്ക്ക് കോൾഗേറ്റ് ക്ലോസപ്പൊക്കെ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിപ്പം ഞാൻ ഈ വീട്ടിലുള്ളവർക്ക് മുഴുവൻ പല്ലേക്കുന്ന രീതിയിലാക്കി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇത് എനിക്ക് പറയുന്നത് പിള്ളേരെയൊക്കെ ഒരാഴ്ചയിൽ ഒന്നെങ്കിലും ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്യിപ്പിക്കണം. എല്ലാവരും നമ്മുടെ മോണയ്ക്കൊക്കെ നല്ലതാണ്. നമ്മുടെ വായിലുള്ള അഴുക്കും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതും പോവും. ബാക്ടീരിയലായിട്ടുള്ള എല്ലാ സംഭവം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഓഫുള്ള ദിവസം, പിള്ളേർക്ക് അവധിയുള്ള ദിവസമൊക്കെ പിള്ളേരെ കൊണ്ട് ഇത് മസ്റ്റായിട്ടും ചെയ്യിപ്പിക്കണം. നിങ്ങളെല്ലാവരും ചെയ്യണം. അത്ര നല്ല സൂപ്പർ ഗ്ലോ ആട്ടോ നമ്മുടെ പല്ലിന് കിട്ടാൻ പോകുന്നത്. വെള്ള പല്ലായി മാറും. എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം എനിക്ക് അങ്ങനെ അറിയില്ല. എൻ്റെ പല്ല് ഞാൻ കൊച്ചിൻ്റെ പല്ലൊക്കെ തേച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. നല്ല വെള്ള കളറുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ പ്ലേക്സും കാര്യങ്ങളും ഒക്കെ പോയി കിട്ടും കേട്ടോ. അപ്പം നമ്മളിത് മിക്സ് ആക്കിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കണം. ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതുണ്ടാ ഈ കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ടാ ഇങ്ങനെ എടുത്തിട്ട് പല്ലങ്ങ് തേക്കുക. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറയുന്നത്. ഞാൻ പല്ല് തേപ്പിച്ച് കാണിച്ചു തരാം. എൻ്റെ കൊച്ചിൻ്റെ പല്ല് തേപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കേ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ തന്നെ ഈ വീഡിയോ ഇത് ഒന്ന് പല്ല് തേച്ച് കാണിച്ചു തരാം എങ്ങനെയാണ്. എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസുള്ളൂ. കണ്ടോ എത്ര നീറ്റായിട്ടുണ്ടെന്ന് പല്ല്? എല്ലാ അഴുക്കും പോയി നല്ല സൂപ്പറായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ മോണയ്ക്കൊക്കെ ഇത് ആൻറ്റി ഫംഗൽ ഏജൻറ്റും കൂടി ആയതുകൊണ്ട് മോണയ്ക്കൊക്കെ ഭയങ്കര പ്രൊട്ടക്ഷൻ ആയിരിക്കും കേട്ടോ. ജുവാൻ കമ്മിയർ, അവനിപ്പം അവൻ്റെ പല്ല് കാണിച്ചു തരേ. കണ്ടോ നല്ല ക്ലീനായില്ലേ? അതാണ് ഇതിൻ്റെ ഒരു അടിപൊളി സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻസിൽ ഇത് ഇടുകൂടി വേണം കേട്ടോ. അപ്പം ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ.